നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കുട്ടികളെല്ലാം തന്നെ വളരെ സുരക്ഷിതമായിട്ട് സ്കൂൾ ബസ്സുകളിൽ പറഞ്ഞു വിടുന്ന മാതാപിതാക്കളുണ്ട്. മാതാപിതാക്കൾക്ക് അവിടെ കുട്ടികളെ സ്കൂളുകളിൽ അവരെ കൊണ്ടുചെന്നാക്കാൻ സമയമില്ലെങ്കിലാണ് സ്കൂൾ ബസ്സുകളെ ആശ്രയിക്കാറുള്ളത്. അതിൽ വളരെ സുരക്ഷിതമായി തന്നെ തങ്ങളുടെ കുട്ടികൾ പോയി സ്കൂൾ കഴിഞ്ഞ് മടങ്ങി വരുമെന്നുള്ള പ്രതീക്ഷയും വിശ്വാസവുമാണ് ഓരോ രക്ഷിതാക്കൾക്കുമുള്ളത്. എന്നാൽ ഇപ്പോൾ നോയിഡയിൽ ഒരു ജീവനക്കാരൻ്റെ അശ്രദ്ധ മൂലം ഒരു UKG വിദ്യാർത്ഥി 7 മണിക്കൂറോളമാണ് സ്കൂൾ ബസ്സിൽ കുടുങ്ങിയത്. കുട്ടി ഏതായാലും വളരെ സുരക്ഷിതമാണ്. പക്ഷെ എന്നിരുന്നാലും ആ സമയങ്ങളെല്ലാം തന്നെ ആ കുട്ടി അനുഭവിച്ചിട്ടുള്ള മാനസിക ഭയവും അതുപോലെ അത് രക്ഷിതാക്കൾക്കുണ്ടായിട്ടുള്ള മാനസിക ബുദ്ധിമുട്ടും പറഞ്ഞറിയിക്കാൻ സാധിക്കില്ല. രാത്രി വൈകിയും നടത്തിയ അന്വേഷണത്തിലൊടുവിലാണ് കുട്ടിയെ സ്കൂളിൽ ബസ്സിൽ നിന്നും കണ്ടെത്തിയത്. കുട്ടി വളരെ ക്ഷീണിതയായിരുന്നു. ബസ്സിലിരുന്ന് ഉറങ്ങിപ്പോയ കുട്ടി ജീവനക്കാരൻ്റെ കണ്ണിൽ പെടാതിരുന്നതാണ് മണിക്കൂറുകൾ നീണ്ട ആശങ്കയ്ക്ക് വഴിവെച്ചത്. ഒടുവിൽ രാത്രി വൈകി ബസ് പരിശോധിക്കാനെത്തിയ പോലീസ് ഉദ്യോഗസ്ഥർ കുട്ടിയെ ബസ്സിനുള്ളിൽ കണ്ടെത്തുകയായിരുന്നു. നോയിഡയിലാണ് വീട്ടുകാരെയും നാട്ടുകാരെയും മുൾമുനയിൽ നിർത്തിയ സംഭവം. നോയിഡയിലുള്ള ഒരു സ്വകാര്യ സ്കൂളിലെ UKG വിദ്യാർത്ഥിയെ ജീവനക്കാരൻ്റെ അശ്രദ്ധ കാരണം മണിക്കൂറുകളോളം പാർക്കിംഗ് ഏരിയയിൽ എത്തിച്ച ബസ്സിൽ കുടുങ്ങിയത്. സ്കൂൾ വിട്ട് മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും കുട്ടി വീട്ടിലെത്താതിരുന്നതിനെ തുടർന്ന് രക്ഷിതാക്കൾ ആരംഭിച്ച അന്വേഷണത്തിലാണ് കുട്ടിയെ രക്ഷപ്പെടുത്തിയത്. ഉച്ചതിരിഞ്ഞ് സ്കൂൾ വിട്ട് വിദ്യാർത്ഥികളുമായി പുറപ്പെട്ട ബസ് പാതി വഴിയിലെത്തിയപ്പോൾ വാഹനത്തിന് തകരാർ സംഭവിച്ചു. തുടർന്ന് മറ്റൊരു ബസ് കൊണ്ടുവന്ന് കുട്ടികളെ അതിലേക്ക് മാറ്റുകയും ബസ് പോവുകയും ചെയ്തു. ഈ സമയമാണ് ബസ്സിലിരുന്ന് ഉറങ്ങിപ്പോയ UKG വിദ്യാർത്ഥിയെ ജീവനക്കാരൻ ശ്രദ്ധിച്ചില്ല. എല്ലാ കുട്ടികളും ബസ്സിൽ നിന്ന് ഇറങ്ങിയെന്നാണ് ഇയാൾ വിചാരിച്ചത്. കുട്ടി വാഹനത്തിൽ തന്നെ കിടന്നുറങ്ങിപ്പോയിരുന്നു. തുടർന്ന് കേടായ ബസ് പാർക്കിംഗ് ഏരിയയിലേക്ക് മാറ്റിയിടുകയും ചെയ്തു. ഈ സമയത്തും അവിടെ ഉണ്ടായിരുന്ന ആരും തന്നെ ഇത്തരത്തിലൊരു കുട്ടി ആ ബസ്സിലിരുന്ന് ഉറങ്ങുന്നതായിട്ട് ശ്രദ്ധിച്ചില്ല. സ്കൂളിൽ നിന്ന് 25 കിലോമീറ്റർ അകലെയുള്ള പാർക്കിംഗ് ഗ്രൗണ്ടിലാണ് വാഹനം കിടന്നത്. ഇതേസമയം സ്കൂൾ വിട്ട് മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും കുട്ടിയെ കാണാതിരുന്ന രക്ഷിതാക്കൾ സ്കൂളുമായി ബന്ധപ്പെട്ടു. എന്നാൽ കുട്ടി സ്കൂളിൽ നിന്നും പോയി എന്ന വിവരമാണ് ലഭിച്ചത്. ഭയന്നു പോയ രക്ഷിതാക്കൾ ഉടൻ തന്നെ പോലീസിൽ വിവരം അറിയിക്കുകയും ചെയ്തു. കുട്ടി ആരെങ്കിലും തട്ടിക്കൊണ്ടു പോകൽ ഉൾപ്പെടെ സംശയിച്ച് കുട്ടിക്ക് വേണ്ടി വിവിധ ഇടങ്ങളിൽ അന്വേഷണം ആരംഭിച്ചു. ഒടുവിൽ പോലീസ് പാർക്കിംഗ് സ്ഥലത്ത് നിന്നും കുട്ടിയെ കണ്ടെത്തി. ഭയന്ന് വിറച്ച കുട്ടി ബസ്സിന്റെ സീറ്റിനടിയിൽ ഒളിച്ചിരിക്കുകയായിരുന്നു. ഉടൻ തന്നെ കുട്ടിയെ രക്ഷിതാക്കളെ ഏൽപ്പിച്ചു. സ്കൂൾ മാനേജ്മെന്റിന്റെയും ട്രാൻസ്പോർട്ട് ജീവനക്കാരുടെയും ഗുരുതരമായ അനാസ്ഥയ്ക്കെതിരെയും കുടുംബം ആരോപണം ഉന്നയിക്കുകയും കർശന നടപടി ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ഇത് ഒരു ചെറിയ അശ്രദ്ധയാണ്. സാധാരണ സ്കൂൾ ബസ്സുകളിലെല്ലാം തന്നെ ഒരു ആയോ മറ്റോ സഹായത്തിനുണ്ടാകും. കുട്ടികളെ വാഹനത്തിൽ നിന്ന് സുരക്ഷിതമായിട്ട് ഇറക്കാനും അതുപോലെ തന്നെ കയറാൻ ബുദ്ധിമുട്ടുള്ള കുട്ടികളെ എടുത്ത് വാഹനത്തിലേക്ക് കയറ്റാനുമെല്ലാം. പക്ഷേ ഇവിടെ അത്തരത്തിൽ ആരും ഉണ്ടായിരുന്നില്ല എന്നിരിക്കണം. അതുകൊണ്ടായിരിക്കാം ഡ്രൈവറും ഇത് അധികം ശ്രദ്ധയിൽപ്പെടാതിരുന്നത്. ഏതായാലും കുട്ടി സുരക്ഷിതമാണ് എന്നുള്ളത് മറ്റൊരു കാര്യം. പക്ഷേ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിച്ചുകൂടാ. പലപ്പോഴും സ്കൂളുകളിലേക്ക് വാഹനങ്ങളിൽ കുട്ടികളെ കൊണ്ടുപോവുകയും തിരികെ കൊണ്ടുവരികയും ചെയ്യുമ്പോൾ ബസ് ഡ്രൈവർമാരടക്കം ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. പലപ്പോഴും ഈ മുന്നറിയിപ്പ് പലരും നൽകാറുണ്ട്. വാഹനങ്ങൾ സ്കൂളിലേക്കുള്ള പ്രവേശന നിർഗമന സമയം കൃത്യമായി പാലിക്കണം. അവയ്ക്ക് പ്രത്യേക പാർക്കിംഗ് സൗകര്യം ഉണ്ടായിരിക്കണം. സ്കൂളുകളിലും പരിസര പ്രദേശങ്ങളിലും വൺ വേ ഗതാഗത മാർഗം കഴിയും പോലെ ഏർപ്പെടുത്തുക. കാൽനട യാത്രികരായ വിദ്യാർത്ഥികൾ സ്കൂൾ വിട്ടുപോയതിനു ശേഷമേ സ്കൂൾ വാഹനങ്ങൾ ഗേറ്റ് കടക്കാവൂ. സ്കൂൾ വാഹനങ്ങളുടെ എൻജിൻ, ടയർ എന്നിവ പ്രവർത്തനക്ഷമമാണോ എന്ന് ഇടയ്ക്ക് പരിശോധിച്ചും ഉറപ്പുവരുത്തണം. വാഹനങ്ങളിൽ ഫസ്റ്റ് എയ്ഡ് ബോക്സ് നിർബന്ധമായും കരുതണം. ബാൻഡേഡ്, ബീറ്റാഡിൻ, കോട്ടൺ എന്നിവ ഇതിൽ പ്രധാനമായി ഉണ്ടായിരിക്കേണ്ട സാധനങ്ങളാണ്. പരിചയസമ്പത്തുള്ള ഡ്രൈവർമാർ, അറ്റൻഡർമാർ എന്നിവരെ മാത്രം സ്കൂൾ ബസ്സിൽ നിയോഗിക്കുക. സ്കൂൾ വാഹനങ്ങളിൽ ചെറിയ സ്നാക്സ് പാക്കറ്റ് കരുതുന്നതും നല്ലതാണ്. ശുദ്ധമായ കുടിവെള്ളം ശേഖരിച്ചു വെക്കുന്നതും നല്ലതാണ്. എല്ലാ കുട്ടികളെയും കാണാവുന്ന രീതിയിൽ വേണം അറ്റൻഡർമാർ ഇരിക്കാനുള്ള സീറ്റ് തിരഞ്ഞെടുക്കേണ്ടത്. ബസ് ബ്രേക്ക് ഡൗൺ ആയാൽ മറ്റൊരു ബസ് ഏർപ്പാടാക്കുകയോ കുട്ടികളെ രക്ഷാകർത്താക്കളുടെ ഒപ്പം പറഞ്ഞയക്കുകയോ വേണം.
കുട്ടിയെ കൂട്ടിക്കൊണ്ടു പോകാൻ ബന്ധപ്പെട്ടവർ എത്താത്ത പക്ഷമോ മറ്റു പരിചിതർ വരുന്ന പക്ഷമോ രക്ഷാകർത്താവിനെ വിളിച്ച് വിവരങ്ങൾക്ക് വ്യക്തത വരുത്തണം. സ്കൂളിലെ ഗതാഗത സൗകര്യങ്ങളുമായി ബന്ധപ്പെട്ട ഒരു ട്രാൻസ്പോർട്ട് കമ്മിറ്റിയും ഉണ്ടായിരിക്കണം. തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കരുത്. അത് ആ ബസ് ഡ്രൈവറും അതുപോലെ തന്നെ ബസ്സിലുണ്ടാകുന്ന ഒരു ആയും അവരും ശ്രദ്ധിക്കേണ്ടതാണ്. സ്കൂൾ അധികൃതരും കൃത്യമായിട്ട് നിർദ്ദേശങ്ങൾ ഇവർക്ക് നൽകേണ്ടതാണ്.